ചില സംഖ്യാ കൗതുകങ്ങൾ പരിചയപ്പെടാം. അടുത്തടുത്ത 3 സംഖ്യകൾ ഒരു വരിയിൽ എഴുതാം. ഇവയിൽ അടുത്തടുത്ത 2 സംഖ്യകൾ വീതം കൂട്ടി മുകളിൽ എഴുതാം. ഇനി ഈ 2 സംഖ്യകളും കൂട്ടി ഏറ്റവും മുകളിൽ എഴുതാം. അടുത്തടുത്ത മറ്റ് 3 സംഖ്യകളിൽ നിന്ന് തുടങ്ങി ഇതുപോലെ ചില ഗോപുരങ്ങൾ കൂടി ഉണ്ടാക്കി നോക്കാം. ഏറ്റവും അടിയിൽ 10, 11, 12 എന്നിവ എടുക്കാം. ഇത് രണ്ടും കൂട്ടിയാൽ 21 കിട്ടും. അവസാനത്തെ രണ്ടും കൂട്ടിയാൽ 23 കിട്ടും. ഏറ്റവും മുകളിലോ 44 കിട്ടും. ഇനി 25, 26, 27 എന്നിവ എടുത്താലോ രണ്ടാമത്തെ വരിയിൽ 51ഉം 53ഉം കിട്ടും. ഏറ്റവും മുകളിലോ 104. എല്ലാ ഗോപുരങ്ങളിലും ഏറ്റവും മുകളിലത്തെ സംഖ്യ നോക്കൂ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവയെല്ലാം 4ന്റെ ഗുണിതങ്ങളാണ് അല്ലേ? ഇനി താഴത്തെ വരിയിലെ നടുവിലത്തെ സംഖ്യയും ഏറ്റവും മുകളിലത്തെ സംഖ്യയും നോക്കൂ. 6, 24, 11, 44, 26, 104. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 6ന്റെ 4 മടങ്ങാണ് 24, 11ന്റെ 4 മടങ്ങാണ് 44, 26ന്റെ 4 മടങ്ങാണ് 104. അതായത് താഴത്തെ വരിയിലെ നടുവിലത്തെ സംഖ്യയുടെ 4 മടങ്ങാണ് ഏറ്റവും മുകളിലത്തെ സംഖ്യ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്? നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാം. താഴത്തെ വരിയിലെ ഏറ്റവും നടുവിലത്തെ സംഖ്യ x ആണെന്ന് കരുതുക. തുടർച്ചയായ സംഖ്യകളായതിനാൽ അതിൻ്റെ ഇടതുഭാഗത്തുള്ള സംഖ്യ ഇതിനേക്കാൾ 1 കുറവായിരിക്കുമല്ലോ. അതായത് താഴത്തെ വരിയിൽ ഏറ്റവും ഇടതുഭാഗത്തുള്ള സംഖ്യ എക്സിനേക്കാൾ 1 കുറവ് അഥവാ x-1 ആയിരിക്കും. ഇതുപോലെ താഴത്തെ വരിയിൽ ഏറ്റവും വലതുഭാഗത്തുള്ള സംഖ്യ എക്സിനേക്കാൾ 1 കൂടുതൽ അഥവാ x+1 ആയിരിക്കും. ഇനി ഇതിന് തൊട്ടു മുകളിലുള്ള സംഖ്യകൾ കണ്ടെത്താം. x-1ഉം xും കൂട്ടിയാൽ 2x-1 കിട്ടും. xും x+1ഉം കൂട്ടിയാൽ 2x+1 കിട്ടും. ഏറ്റവും മുകളിലത്തെ സംഖ്യയോ 2x-1ഉം 2x+1ഉം കൂട്ടിയാൽ 4x ആണ്. ഏറ്റവും മുകളിലത്തെ സംഖ്യ 4x അഥവാ 4ന്റെ ഗുണിതമാണ്. ഇത് താഴത്തെ വരിയിലെ നടുവിലത്തെ സംഖ്യയായ xന്റെ 4 മടങ്ങാണ്. ഇനി ഏറ്റവും അടിയിലെ സംഖ്യകൾ x-1, x, x+1 എന്നതിന് പകരം x-2, x, x+2 എന്നെടുത്താലോ? തൊട്ടു മുകളിലത്തെ വരിയിൽ 2x-2ഉം 2x+2ഉം കിട്ടും. ഏറ്റവും മുകളിലത്തെ വരിയിലോ 4x തന്നെ. ഇനി എക്സിൽ നിന്ന് ഏതെങ്കിലും സംഖ്യ കുറച്ചത് അതിൻ്റെ ഇടതുവശത്തും അതേ സംഖ്യ കൂട്ടിയത് അതിൻ്റെ വലതുവശത്തും ആയാലോ? ഏതെങ്കിലും സംഖ്യ എന്നത് y എന്നെടുക്കാം. അപ്പോൾ ആദ്യത്തെ വരിയിലെ സംഖ്യകൾ x-y, x, x+y എന്നിവയായിരിക്കും. രണ്ടാമത്തെ വരിയിലോ x-yയും xും കൂട്ടിയാൽ 2x-y, xും x+yയും കൂട്ടിയാൽ 2x+y. ഇനി ഏറ്റവും മുകളിലത്തെ വരിയിലോ 2x-yയും 2x+yയും കൂട്ടിയാൽ 4x. അതായത് സംഖ്യാഗോപുരത്തിന്റെ ഏറ്റവും താഴത്തെ വരിയിലായി ഒരേ അകലം ഇടവിട്ടുള്ള ഏത് 3 സംഖ്യകൾ എടുത്താലും ഏറ്റവും മുകളിൽ നടുവിലെ സംഖ്യയുടെ 4 മടങ്ങായിരിക്കും കിട്ടുന്നത്. ഇനി ഇതുപോലെ ഒരേ അകലം ഇടവിട്ടുള്ള 4 സംഖ്യകൾ എടുത്ത് ഗോപുരം പൂർത്തിയാക്കൂ. താഴത്തെ വരിയിലെ നടുവിലുള്ള 2 സംഖ്യകളും ഏറ്റവും മുകളിലുള്ള സംഖ്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കൂ. കണ്ടെത്തിയ ബന്ധം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കൂ.